ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മുടെ സാധാരണ പാൻ കേക്ക് അല്ല കേട്ടോ, ഒരു യമനി പാൻ കേക്കായ ലാഹോയുടെ റെസിപ്പിയാണ്. ലാഹോ എന്നാണ് ഇതിന് ശരിക്കും പറയാറുള്ളത്. അപ്പോൾ നല്ല ഹോളായിട്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു പാൻ കേക്കാണിത്. നമ്മുടെ സാധാരണ പാൻ കേക്ക് പോലെയല്ല, നല്ല ഈസിയാണ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ടും. ഇത് നമുക്ക് ഷുഗർ സിറപ്പിൻ്റെ കൂടെ അതുപോലെ തേന് അല്ലെങ്കിൽ ചോക്ലേറ്റ് സോസ് ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പാൻ കേക്കാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ബൗളിലേക്ക് നമ്മളെ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു കോഴിമുട്ട എടുത്തിട്ട് പൊട്ടിച്ചൊഴിക്കുക. തണുത്ത കോഴിമുട്ട എടുക്കരുത് കേട്ടോ. നമ്മൾ കേക്കിനൊക്കെ എടുക്കുന്ന പോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കുക. ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് അധികം പുളിപ്പില്ലാത്ത തൈര് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് പുളിച്ച തൈര് യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു പാൻ കേക്കിന് ആ ഒരു പുളിപ്പുണ്ടാവും. അപ്പോൾ നിങ്ങൾ പുളി ഇല്ലാത്ത കട്ടത്തൈര് വേണം എടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ സാധാരണ പാൻ കേക്കിൽ കൂടുതൽ മുട്ടയാണ് ചേർക്കാറുള്ളത്. ഇതിലേക്ക് നമ്മൾ ഒരു മുട്ട മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ, ചെറിയൊരു മധുരം അത്രേ ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അല്ലാതെ ഏത് ഓയിലും ചേർക്കാം. ബട്ടർ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2.5 കപ്പ് പാലാണ് മൊത്തം വേണ്ടി വരിക. അപ്പോൾ നമ്മൾ ആദ്യം 1 കപ്പ് ഒഴിച്ചിട്ട് ബാക്കി നമുക്ക് മാവ് കലക്കിയെടുക്കുമ്പോൾ ലൂസാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്താൽ മതി. ഇതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 കപ്പ് മൈദയാണിത്. മൈദ ഓൾ പർപ്പസ് ഫ്ലോറോ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാനിത് 2 കപ്പ് അളന്ന് വെച്ചിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് രണ്ടുമാണ് നമ്മുടെ ഒരു പാൻ കേക്ക് നന്നായിട്ട് തന്നെ ഫ്ലഫി ആവാനുള്ള കാരണം. അപ്പോൾ ഇത് രണ്ടും മസ്റ്റായിട്ട് നിങ്ങൾ ചേർക്കണം. ഏതെങ്കിലും ഒന്ന് ചേർക്കരുത് കേട്ടോ. രണ്ടും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അത് നല്ല സ്മൂത്തായി കിട്ടാനാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ, കട്ടിയൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മളിത് നന്നായിട്ട് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ച അതേ ബൗളിലേക്ക് തന്നെ ഞാൻ മിക്സിയുടെ ജാറിൽ നിന്ന് തിരിച്ചൊഴിക്കുകയാണ്. അപ്പോൾ ഇത്രയും ലൂസായിട്ടാണ് നമ്മുടെ മാവ് ഉണ്ടാവുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ലൂസ് വേണം കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തിട്ട് ചൂടായതിന് ശേഷം കുറേശ്ശെ മാവ് ഒഴിച്ചിട്ടൊന്ന് സാധാരണ നമ്മൾ പാൻ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ പാൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ചെറിയ തീയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. നമുക്കിതൊന്നൊരു അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മുടെ വെള്ളാപ്പൊക്കെ പോലെ നല്ല ഹോളായിട്ടാണ് നമ്മുടെ ഈ ഒരു പാൻ കേക്ക് കിട്ടുന്നത്. സാധാരണ നമ്മൾ പാൻ കേക്ക് ചെയ്യുമ്പോൾ പ്ലെയിൻ ആയിട്ടാണല്ലോ ഉണ്ടാവുക. ഇത് നല്ല ഹോളായിട്ടാണ് ഈ പാൻ കേക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ വേണമെങ്കിൽ നെയ്യോ എണ്ണയോ നിങ്ങൾക്ക് പാനിൽ തടവണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓയിലിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഓയിലൊന്നും പുരട്ടുന്നില്ല കേട്ടോ. ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള മാവൊക്കെ നമുക്കിതുപോലെ കോരി ഒഴിച്ചിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നല്ല സൂപ്പർ ഫ്ലഫി ആയിട്ടുള്ള നല്ലൊരു പാൻ കേക്കാണ് കേട്ടോ. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് വാനില എസൻസ് ഒക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പിയിൽ വാനില എസൻസ് ഒന്നും ഇല്ല കേട്ടോ. ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് എന്തിനേലും കൂടെയാണ് നമ്മൾ സാധാരണ കഴിക്കാറുള്ളത്. ഹണിയുടെ കൂടെയൊക്കെയാണ് അവർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുക. എന്തിൻ്റെ കൂടെ സെർവ് ചെയ്യണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പാൻ കേക്കാണ് കേട്ടോ. അടിയൊന്നും അധികം കരിഞ്ഞിട്ടില്ല. നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് വേണത് ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഈ ലാഹോ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവും. എന്തായാലും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിന്നിവിടെ നല്ല ചൂട് ചോക്ലേറ്റ് സോസിൻ്റെ കൂടെയാണ് ഞാനിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.